പ്രിയപ്പെട്ട കുട്ടികളെ, IT ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ അക്ഷരങ്ങളും അക്കങ്ങളും കൂടാതെ മറ്റ് പല ചിഹ്നങ്ങളും കാണാം. നൽകിയിരിക്കുന്നവയിൽ ഹാഷ് ചിഹ്നം ഏതാണ്? നൽകിയതിൽ ഹാഷ് ചിഹ്നം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹാഷ് ചിഹ്നം വരുന്നത് ഓപ്ഷൻ ബി. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡിജിറ്റൽ വിവര സംഭരണ ഉപകരണമാണ് ചിത്രത്തിൽ. എന്താണ് ഇതിൻ്റെ പേര്? മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡിജിറ്റൽ വിവര സംഭരണ ഉപകരണമാണ് ചിത്രത്തിൽ. എന്താണ് ഇതിൻ്റെ പേര്? ഉത്തരം ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക്. വെബ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ചിത്രക്കോഡുകൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. ഇവയുടെ പൊതുവായ പേരെന്ത്? വെബ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കോഡ് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പേരാണ് QR കോഡ്. QR കോഡ്. QR കോഡിൻ്റെ പൂർണ്ണരൂപം ക്വിക്ക് റെസ്പോൺസ് കോഡ്. ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം. ഓൺലൈൻ വിജ്ഞാന കോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 2001 ജനുവരി 15. 2001 ജനുവരി 15. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രിൻ്റർ വിഭാഗത്തിൽ പെടാത്തതേത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രിൻ്ററിൻ്റെ വിഭാഗത്തിൽ പെടാത്തതേത്? ഡോട്ട് മെട്രിക്സ്, ലേസർ, സാറ്റ, ഇങ്ക് ജെറ്റ്. ഇതിൽ ഡോട്ട് മെട്രിക്സും ലേസർ, ഇങ്ക് ജെറ്റ് എന്നിവ പ്രിൻ്ററിൻ്റെ ഭാഗമാണ്. പ്രിൻ്ററിൻ്റെ വിഭാഗത്തിൽ പെടാത്തത് സാറ്റ. കേന്ദ്ര സർക്കാർ എല്ലാ പൗരന്മാർക്കും നൽകി വരുന്ന വിവിധോദ്ദേശ ഏകീകൃത തിരിച്ചറിയൽ നമ്പറാണ് ആധാർ UID. എത്ര അക്കങ്ങളാണ് ആധാർ UIDയിലുള്ളത്? ആധാറിലുള്ള അക്കങ്ങളുടെ എണ്ണം 12. കാലാവസ്ഥാ വ്യതിയാനവും അത് സംബന്ധിച്ച മുന്നറിയിപ്പുകളും നമുക്ക് ലഭ്യമാക്കുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ് വിലാസം എന്ത്? കാലാവസ്ഥാ വ്യതിയാനവും അത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും നമുക്ക് ലഭ്യമാക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റാണ് www.sdma.kerala.gov.in. മെസ്സേജിംഗ് ആപ്പുകളുടെ കൂട്ടത്തിൽ ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ സൂചനാ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് ഈ ആപ്ലിക്കേഷൻ? മെസ്സേജിംഗ് ആപ്പുകളുടെ കൂട്ടത്തിൽ ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ സൂചനാ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് ഈ ആപ്ലിക്കേഷൻ? ഉത്തരം ടെലഗ്രാം. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ വലിപ്പം പറയാറുള്ളത് ബൈറ്റ്സ് അല്ലെങ്കിൽ ബൈറ്റുകൾ എന്ന ഏകകത്തിലാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും വലുതേത്? കമ്പ്യൂട്ടർ മെമ്മറിയുടെ വലിപ്പം പറയുന്ന ബൈറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിപ്പമേറിയത് ഏതാണെന്നാണ് പറയേണ്ടത്. ഉത്തരം ഓപ്ഷൻ ഡി 10 TB. ഒരു MB എന്ന് പറയുന്നത് 1000 KB ആണ്. ഒരു GB സമം 1000 MB. ഒരു TB സമം 1000 GB. പേടിഎം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പേടിഎം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഇ-കൊമേഴ്സ് കമ്പനി. ടൈ ബ്രേക്കർ ചോദ്യമാണ്. ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക. ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം സുന്ദർ പിച്ചെ. ഗൂഗിളിൻ്റെ CEO ആയിരുന്ന സുന്ദർ പിച്ചയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കേരള വിദ്യുച്ഛക്തി വകുപ്പിൻ്റെ ഓപ്പൺ സോഴ്സ് ബില്ലിംഗ് ആപ്ലിക്കേഷൻ്റെ പേര്. കേരള വിദ്യുച്ഛക്തി വകുപ്പിൻ്റെ ഓപ്പൺ സോഴ്സ് ബില്ലിംഗ് ആപ്ലിക്കേഷൻ്റെ പേരാണ് ഒരുമ. ചിത്രത്തിൽ കാണുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ്. ആരാണ് ഇദ്ദേഹം? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ്. ആരാണ് ഇദ്ദേഹം? ഉത്തരം റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചിത്രത്തിൽ. ഇതിൻ്റെ പേരെന്ത്? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചിത്രത്തിൽ. ഇതിൻ്റെ പേരാണ് പ്രോസസ്സർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഇടപാടുകളിൽ പങ്കെടുക്കുന്നവർ മനുഷ്യരാണ് എന്ന് ഉറപ്പാക്കുന്നതിനായി
ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ഇത്തരം അക്ഷരക്കൂട്ടങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഓൺലൈൻ ഇടപാടുകളിൽ പങ്കെടുക്കുന്നവർ മനുഷ്യരാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടങ്ങളുടെ പേരിന് പറയുന്ന പേരാണ് ക്യാപ്ച. ഉത്തരം ക്യാപ്ച. ഇതുപോലുള്ള ക്വിസ് വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.